വിനോദ് കോവൂരി ഒരു ഉദ്ഘാടനത്തിന് ഇവിടെ പോയപ്പോഴേ ട്രെയിനിൽ കയറാൻ ലേറ്റായി എന്ന് പറയുന്നു. എവിടേക്കായിരുന്നു യാത്ര? ഷൊർണൂർ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ അന്ന് ലാസ്റ്റ് ഡേ ആണ്. എനിക്ക് അതുകൂടി അഭിനയിച്ചാൽ മതി. അന്ന് എനിക്ക് വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് ഒരു ഇനാഗുറേഷൻ ഉണ്ട്, ഒരു ഷോപ്പിന്റെ. അപ്പൊ ഞാൻ രാവിലെ ഡയറക്ടർ അടുത്ത് പറഞ്ഞു, സാറേ എന്നെ ഒരു 4 മണിയാകുമ്പോഴേക്കും ഫ്രീ, 4 മണിന് മുന്നേ ഫ്രീ ആയി, 4 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിൽ കയറി എനിക്ക് കോഴിക്കോട് എത്താം, ഉദ്ഘാടനം ചെയ്യണം, ഞാൻ അഡ്വാൻസ് ഒക്കെ മേടിച്ചാണ്. ഡയറക്ടറിന് കുഴപ്പമില്ല, വിനോദിനാകെ 3 സീനുള്ളൂ എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് മുമ്പ് 2 സീൻ എടുത്തു, ഇനി ഒരു സീനും കൂടി ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ സാറേ പെട്ടെന്ന് എടുക്കാം, ഓക്കെ തുടങ്ങാം. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാൻ വന്ന, ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാളാണ്, ഒരു പരിചയമില്ലാത്ത ഒരാള്. ഇയാളങ്ങോട്ട് പെറുക്കി അരി പെറുക്കാൻ പഞ്ചായത്തിൽ. ഇയാൾക്കാണെങ്കിൽ കുറെ ഡയലോഗും ഉണ്ട്. ഇയാളെ ബയർക്കാൻ തുടങ്ങി, ഇയാൾക്ക് വെള്ളം കൊടുക്കണു. അങ്ങനെ ഇയാളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടൊന്നും ഇയാളെ ഓക്കെ ആവുന്നില്ല. ഞാനിങ്ങനെ സമയം നോക്കുന്നത്, എന്റെ സമയം ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഞാൻ സാറേ എന്താ ചെയ്യാ വിനോദ്, ഞാൻ എന്തൊക്കെ വിനോദ് അയാൾക്ക് കുറിച്ച് ധൈര്യം കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കൂ. പിന്നെ ഞാൻ പോയിട്ട് സാറേ നിങ്ങൾ പേടിക്കണ്ട, മുന്നിൽ ഞാനല്ലേ. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളാണ്, കുഞ്ഞുണ്ണി ഭാഷ കൂടെ ബന്ധമുള്ള ആളല്ലേ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇയാൾ ഏകദേശം ഓക്കെ ആക്കി. അപ്പോഴേ ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ ഈ ഞാൻ പറഞ്ഞ സമയത്തിന് രക്ഷപ്പെടാൻ. ആ സമയത്താണ് ഇയാൾ ഏകദേശം ഓക്കെ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇത് മതി വിനോദ്, എൻ്റെ അപ്പുറം ഇനി അയാളുടെ അടുത്ത് കിട്ടില്ല, വിനോദ് പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പിന്നെ മേക്കപ്പ് എന്ന് വെച്ചാൽ ഷർട്ട് മാത്രം മാറ്റി, അവിടെ ഓൺ ഷർട്ടായിരുന്നു, എൻ്റെ ഓൺ ഷർട്ട് എടുത്തിട്ട് കാറിൽ ഞാൻ പോവുക. കുറച്ച് ദൂരം പോയപ്പോഴേക്ക് റോഡ് പണി നടക്കണം, റോഡ് ബ്ലോക്കാണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എത്ര മണിക്കാണ് ട്രെയിൻ? ഞാൻ പറഞ്ഞു 4 മണിക്ക്. അയ്യോ സാറേ കിട്ടില്ല കേട്ടോ, ഈ ബ്ലോക്കിൽ നമ്മൾ എടുത്തപ്പോഴേക്ക് ട്രെയിന് പോകും. അയ്യോ ഞാൻ പെട്ടുപോലോ, ഈ ട്രെയിൻ ഇല്ലെങ്കിൽ പിന്നെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഒറ്റ വഴിയുണ്ട് സാർ, ബൈക്കിന് പോയാലെത്തും. ഞാൻ ബൈക്ക് എവിടെ നിന്ന് കിട്ടാൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ കാറിന്റെ തൊട്ടടുത്ത് ഈ ബ്ലോക്കിൽ ഒരു ബൈക്കിന്റെ ഒരു പയ്യൻ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്നെ അങ്ങനെ കണ്ടുകൊണ്ടവൻ, വിനോദേട്ടാ മുസക്കായി എന്നൊക്കെ പറഞ്ഞൊരു വിളി. അപ്പോട്ടനെ ഞാൻ ചില്ല് താത്തി, എവിടേക്കത്? ഞാനൊരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോട്ടനെ ഡ്രൈവർ പറഞ്ഞു, അയാളെ പിടിക്കി, അയാളോട് പറഞ്ഞാൽ മതി, അയാൾ കൊണ്ടുവിടുക, അയാൾ നിങ്ങളെ ഫാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കോ, എന്റെ ട്രെയിൻ ഇപ്പോൾ പോകും, കാറിൽ പോയത്തോ, നിങ്ങൾ വന്ന് കയറിയെന്ന് പറഞ്ഞു. കയറിയിരുന്നു. ഇവനങ്ങോട്ട് പറത്താണ്, സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഒക്കെ പറത്തുമ്പോൾ ഇവൻ വിശേഷങ്ങൾ ചോദിക്കും, മരുമായ എങ്ങനെ പോകണു, മറ്റതെങ്ങനെ പോകണു, ഇനി ഏതാ അടുത്ത സിനിമ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ. റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്കൊരു സെൽഫി എടുക്കാൻ നിന്ന് തരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ സെൽഫി എടുക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. സ്റ്റേഷനിലെത്തി സെൽഫി എടുക്കാൻ നിന്നില്ല, ഞാൻ ഓടി ചെന്ന് ചോദിക്കുമ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി. അപ്പം ഷൊർണൂർ അറിയാലോ, സ്റ്റെപ്പ് കയറി അപ്പുറത്ത് പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ മൂവ് ചെയ്യണം ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ട്രെയിനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ട്രെയിൻ പിടിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ സ്റ്റെപ്പ് പട്ടേന്ന് ഇറങ്ങി, ഞാൻ ട്രെയിനിന്റെ പിന്നാലെ ഓടി. ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ ഓടിക്കയറാനുള്ള ശ്രമം നടത്തുകയാണ്. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചിട്ട് കാലെടുത്ത്. അപ്പം ട്രെയിനിന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ശ്രമം നടത്തി. കാലെടുത്ത് വെക്കലും ഞാൻ തെന്നി വീണു. വീണത് ഭാഗ്യത്തിന് ഉള്ളിലേക്ക് പോയില്ല, പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഞാൻ ഈ ശരിക്കും കമിഴ്ന്ന് വീണു. നല്ല പരിക്ക്, പാൻറ്റൊക്കെ കീറി, ഷർട്ട് കീറി, എൻ്റെ ബാഗിൽ നിന്ന് സാധനങ്ങൾ മുഴുവൻ സ്കാറ്റർ ചെയ്തു. ആളുകളൊക്കെ ഓടി വന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കൂടെ 2 പോലീസുകാരും ഉള്ള ബെഞ്ചിലിരുത്തി. അപ്പം ഞാനാണ് മനസ്സിലായ പോലീസുകാർ, എന്താണ് വിനോദ് കോവൂരി, നിങ്ങളൊക്കെ ഞങ്ങളെ ചിരിപ്പിക്കുന്ന ആൾക്കാരല്ലേ, കുറച്ചു കാലം കൂടെയൊക്കെ ഞങ്ങളെ ചിരിപ്പിക്കണ്ടേ, നിങ്ങളൊക്കെ എത്ര പെട്ടെന്ന് പോയാലെങ്ങനെ ശരിയാവും, നിങ്ങൾ എന്ത് സാഹസ കാണിച്ച് അത്ര സ്പീഡിൽ പോണ ട്രെയിനിൽ നിങ്ങൾ കയറാൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു കോഴിക്കോട്, അതിന് ഉദ്ഘാടനം ഇന്നിപ്പോ ആൾക്കാർ മുഴുവൻ നിങ്ങളെ വീട്ടിലെത്തേണ്ട ദിവസമായിരുന്നു നിങ്ങളെ ഉദ്ഘാടനത്തിന്. വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു തന്നെ അല്ലേ? ഇതുപോലെ ഏതോ ഒരു നോർത്ത് ഇന്ത്യയുടെ ട്രിപ്പിന് പോയി AC കമ്പാർട്ട്മെന്റ് ഗുരുവായൂരുണ്ടായല്ലോ. ഈശ്വര, അതടുത്തത് ഡൽഹിയിൽ ഞാനൊരു ക്യാമ്പിന് പോയത്. വിശ്വ യുവ കേന്ദ്ര എന്നൊരു സ്ഥാപനം നടത്തിയ ഒരു ക്യാമ്പ്, ഈ മോട്ടിവേഷൻ ക്ലാസിനെ കുറിച്ചുള്ള ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ ഞാനും കോഴിക്കോടുള്ള എൻ്റെ സുഹൃത്ത് സുബൈർ, അവൻ മരിച്ചു, എൻ്റെ പഴയ പാർട്ണറാണ്, ഞങ്ങൾ 2 പേരും കൂടി പോയതാണ്. അപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത കുറെ ആൾക്കാർ ഈ ട്രെയിനിലുണ്ട്. ഞങ്ങൾ S10-ലും ബാക്കിയുള്ളവരൊക്കെ S1-ലുമാണ്. അപ്പോൾ ഈ S1-ലുള്ള ആൾക്കാർ പറഞ്ഞു, വിനോദേ സമയം കിട്ടുമ്പോൾ ഞങ്ങളടുത്ത് നമുക്ക് പാട്ടൊക്കെ പാടി ഇരിക്കാനാണ്, കാരണം 3 ദിവസം യാത്രയല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഒരു വിജനമായ സ്ഥലത്ത് നിർത്തി. ഒരു 15 മിനിറ്റോളം ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ പോവാത്ത? അപ്പോൾ ഈ ട്രെയിനിൽ കച്ചവടം ചെയ്യാൻ വരുന്ന ആളോട് ചോദിച്ചെന്താ പറഞ്ഞു, അപ്പോൾ അവിടെ പാളത്തിന് എന്തോ പണി നടക്കുകയാണ്, കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാനൊന്ന് S2-ൽ പോയിട്ട് വരാം. എന്നിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് കരിങ്കല്ലിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് S2-ൽ. അപ്പം ഞാനിങ്ങനെ ഓരോ ബോഗിയും നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ പെട്ടെന്ന് ഇളകിയപ്പോൾ ഞാൻ കുടുങ്ങിയല്ലോ. അപ്പം ഞാൻ കയറുന്നത് S5-ലാണ്. S5-ൽ ഞാൻ ചാടി കയറി, പക്ഷെ ഡോർ അടഞ്ഞു കിടക്കുക, അത് AC ആയിരുന്നു. ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് ചില്ലിൽ ഇങ്ങനെ തട്ടിയിട്ട് തുറക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ളിലിരിക്കുന്നവർ ഇത് ഔട്ട്സൈഡറാണ്, ഈ വിജനമായ സ്ഥലത്ത് നിന്ന് വേറെ ആള് കള്ളനായിരിക്കുന്നൊക്കെ രീതിയിൽ ഇവർ തുറക്കുന്നില്ല. ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നോട്. ഞാൻ പെട്ടുപോയി. വണ്ടിക്ക് സ്പീഡ് കൂടാൻ തുടങ്ങി. ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ പറ്റി നിൽക്കുകയാണ് ഈ ഡോറിൻ്റെ അടുത്ത്.
പിന്നെ അവസാനം ഞാൻ വല്ലാതെ ഈ ചില്ലിൻ്റെ മേലെ അടിക്കൽ ഞാൻ കരയാനൊക്കെ തുടങ്ങിയപ്പം ഇതിലൊരാൾ വന്നിട്ട് വാതിൽ തുറന്നപ്പോൾ ഇവർക്കൊന്നും മലയാളം അറിയില്ല, ഇവരൊക്കെ ഹിന്ദിക്കാരാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു, ഐ ആം ഓൾസോ എ പാസഞ്ചർ ഓഫ് ദിസ് ട്രെയിൻ, ഐ ആം ഇൻ S10 എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അവർ ബോധ്യമാക്കുക. ഇവർ എന്നെ പിടിച്ചിരുത്തി 15 മിനിറ്റ് ഞാൻ ട്രെയിനിൽ ഔട്ട്സൈഡിൽ ഇങ്ങനെ നിന്ന് യാത്ര ചെയ്തു. കരഞ്ഞിനെ ശരിക്കും കൈ വേർക്കും. കൈ വേർത്തു. ശരി, കൈ മാത്രമല്ല ശരീരം മുഴുവൻ വേർത്തു. ഉള്ളിൽ ആ AC കയറി ഇരുന്നപ്പോഴാണ് ഞാനൊന്ന് തണുത്തത്. പിന്നെ ഞാൻ S2 പോയിട്ടില്ല, നേരെ S10 തന്നെ പോയി. ഷാവി, ഈ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മിമിക്രി ഉണ്ടായിരുന്നു കയ്യില് ചെറുതായിട്ട്. അത് പിന്നെ നടപ്പിലാക്കിയോ? പിന്നെ അവസരങ്ങൾ കിട്ടുമ്പോ നമ്മളെ ഫ്ലോറിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ മിമിക്രി എന്ന് കേൾക്കുമ്പോ അത് ചെയ്യാനുള്ള ഒരു ഭയം നമ്മുടെ മഹേഷ് കുഞ്ഞുമോനെ വിചാരിക്കുമ്പോ പേടിയാവൂല്ലേ? ഇത്രയും പെർഫെക്ഷനോടുകൂടി വരുന്ന ഒരാളെ. കുഞ്ഞുമോൻ അതിനൊരു പിന്നെ സിദ്ദീഖ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. എല്ലാം ഫ്ലവേഴ്സിന്റെ നിർമ്മിതികളാണ്. അപ്പൊ അതുപോലെ ഞാൻ ഇവരൊക്കെ കാണുമ്പോൾ പേടിയാണ് ഇപ്പൊ ചെയ്യാൻ. പണ്ട് പ്രേം നസീർ സാർ, അല്ല, അവർക്ക് ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്ത മിമിക്രി അവർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. വേറൊരു കാര്യം സാർ, അവർക്കൊന്നും പാട്ടില്ല, മിമിക്രി മാത്രം. ഇത് പറച്ചില്, പാട്ട്, മിമിക്രി, ഇത് എല്ലാം കൂടി മൊത്തം ടോട്ടൽ പാക്കേജ്. ഞങ്ങൾ രണ്ടാളും അങ്ങനെ തന്നെ. അങ്ങനെയല്ലേ? ടോട്ടൽ പാക്കേജ്. സ്റ്റേ പോറുണ്ടോ? ഞങ്ങള് ഗൾഫ് ഷോണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. ആണല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിമിക്രി ഒന്ന് നോക്കാം. പ്രിയപ്പെട്ട SK, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനും വിനോദേട്ടൻ്റെ കൂടെ. ഞാൻ പണ്ട് മുതലേ മിമിക്രിയിലൂടെയും കലാപരമായ മറ്റു പരിപാടികളിലൂടെയും ആസ്വദിച്ചിട്ടുള്ള എൻ്റെ പ്രിയ നാട്ടുകാരനോടൊപ്പം ഇങ്ങനൊരു വേദിയിൽ വരാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി കരുതുന്നു. ഇതാരെ അവതരിപ്പിച്ചു? അങ്ങനുണ്ട്. ഇത് പറയാൻ വേണ്ടി KP പറയാന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇതിന്റെ ഇടയിൽ കയറി പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ പറയും? കറക്റ്റ്, അത് SK. ഓക്കെ, അപ്പോ ഇനി KP പറയും. ഈടോ വിനോദേ, ഞാൻ തന്നെ കണ്ട് 10 പറയണമെന്ന് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്താ താനിപ്പൊ സംഭവിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കൂടെ എന്റെ പെരടിക്ക് കൊണ്ടുവച്ച് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിതൊക്കെ ഡയലോഗിൽ പറഞ്ഞതല്ലാതെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഓക്കെ.